على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് പരിശുദ്ധമായ ഹജ്ജ് ലക്ഷ്യം വെച്ചുകൊണ്ട് ആ പുണ്യഗേഹത്തിലേക്ക് യാത്ര തിരിക്കുകയും അവിടെ എത്തി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ സമ്പൂർണമായും നാഥൻ സ്വീകരിക്കും വിധത്തിൽ ചെയ്തു തീർക്കുകയും അങ്ങനെ യാത്ര പോയവർ മടങ്ങി തങ്ങളുടെ നാടുകളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവരുടെ കർമ്മങ്ങൾ നാഥൻ സ്വീകരിച്ച് അള്ളാഹു വാഗ്ദാനം ചെയ്ത പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമാധാനത്തോടുകൂടി സുരക്ഷിതമായി യാത്ര ചെയ്ത് അവരുടെ നാടുകളിൽ എത്താനുള്ള തൗഫീക്ക് നാഥൻ അവർക്കെല്ലാവർക്കും പ്രാധാന്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഗേഹം ആഗ്രഹിക്കുന്ന, അവിടേക്ക് യാത്ര ചെയ്യണം എന്നും ഹജ്ജ് ചെയ്യണം എന്നും താൽപ്പര്യപ്പെടുന്ന, പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനാ നിർഭരമായി കഴിഞ്ഞുകൂടുന്ന ധാരാളം വിശ്വാസികളുണ്ട്, സഹോദരി സഹോദരന്മാർ. അവർക്കെല്ലാം നാഥൻ ആ ഹജ്ജിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികൾ എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളും അതിൻ്റെ പ്രയോക്താക്കളും അതിൻ്റെ പ്രബോധകരും അതിൻ്റെ പ്രചാരകരുമാണ് നാം ഓരോരുത്തരും. അതല്ല എങ്കിൽ അങ്ങനെ ആകേണ്ടവരാണ് വിശ്വാസികൾ എന്നാണ് ഇസ്ലാമിക അധ്യാപനങ്ങളുടെ താൽപ്പര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ
ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന്. അങ്ങനെ വിശുദ്ധ ഖുർആനിനെ നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ വിവിധ രൂപങ്ങളിലുള്ള അഭിസംബോധനകൾ നമുക്ക് കാണാൻ കഴിയും. വിവിധ ആളുകളെ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായി കാണാൻ കഴിയും. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് വിശുദ്ധ ഖുർആൻ വിളിക്കുന്നുണ്ട്. യാ അഹ്ലൽ കിതാബ്, വേദഗ്രന്ഥത്തിൻ്റെ ആളുകളെ എന്ന് വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നുണ്ട്. യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ സത്യനിഷേധികളെ എന്നും യാ അയ്യുഹല്ലദീന ഊത്തുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ടവരായിട്ടുള്ള ആളുകളെ എന്നും യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൻ നബി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്ന പ്രയോഗം അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അള്ളാഹുവിൻ്റെ നബിയെ എന്ന് വിളിക്കുന്നതായും, യാ അയ്യുഹൽ മല, ഒരു വിഭാഗം ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത രൂപങ്ങളിലുള്ള അഭിസംബോധനകളും ആ അഭിസംബോധന ചെയ്യുന്ന ആളുകളോട് റബ്ബിന് പറയാനുള്ള നിർദ്ദേശങ്ങളും ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളെ മാത്രമായി അഭിസംബോധന ചെയ്യുന്നത് 89 സ്ഥലങ്ങളിലാണ്. യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികളോട് റബ്ബിന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത് 89 സ്ഥലങ്ങളിലാണ്. അവിടെയെല്ലാം വിവിധ വിഷയങ്ങളിലുള്ള നിർദ്ദേശങ്ങളും നിയമങ്ങളും വിശ്വാസി ജീവിതത്തിൽ പാലിക്കേണ്ടുന്നതായ കർമ്മങ്ങളും അനുസരിക്കേണ്ടുന്നതായ നിയമങ്ങളെക്കുറിച്ചുമെല്ലാം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു വിശ്വാസി എന്ന നിലക്ക്, ഖുർആനിൻ്റെ പഠിതാവ് എന്ന നിലക്ക്, എൻ്റെ റബ്ബ് എന്നോട് പ്രത്യേകമായി, നമ്മളെയാണല്ലോ ആ അഭിസംബോധന ചെയ്യുന്നത്, ആ നിലക്ക് എൻ്റെ റബ്ബ് എന്നോട് പ്രത്യേകമായി പറയാൻ വേണ്ടി എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയും ബോധവും വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ് എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഖുർആനിലെ ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് തുടർ ഖുതുബകളിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, മിക്കവാറും ഈ ആയത്തുകളിൽ ഏറിയ പങ്കും മദീനയിൽ അവതരിച്ചതാണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം നമുക്കറിയാം, മദീനയിൽ എത്തിയതിന് ശേഷമാണ് വിശ്വാസികളോട് അവരുടെ മതത്തിൻ്റേതായിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നത്. നമ്മളങ്ങനെ പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളുടെ ക്രമത്തിൽ ആദ്യത്തെ അഭിസംബോധന, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു നടത്തുന്ന ആദ്യത്തെ അഭിസംബോധനയുള്ളത് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 104-ാമത്തെ വചനത്തിലാണ്. അവിടെയാണ് ആദ്യമായി നമുക്ക് യാ അയ്യുഹല്ലദീന ആമനു എന്ന ഒരു പ്രയോഗം കാണാൻ കഴിയുന്നത്. ആ ആയത്താണ് ആമുഖത്തിൽ ഓതിവെച്ചത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർന വസ്മഉ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഖൂലു റാഇന, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റാഇന എന്ന് പറയരുത്. വഖൂലു ഉൻദുർന, നിങ്ങൾ ഉൻദുർന എന്ന് പറയണം. വസ്മഉ എന്ന് പറയണം. ഈ ആയത്ത് അവതരിക്കുന്നതിനെ, അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് അവതരിക്കുന്ന വഹി, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ തൻ്റെ അനുചരന്മാർക്ക്, സ്വഹാബിമാർക്ക്
പാരായണം ചെയ്തു കൊടുക്കുന്ന സമയത്ത്, അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പ്രവാചകൻ്റെ വേഗത വല്ലാതെ ഇങ്ങനെ കൂടുകയോ ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തങ്ങൾക്ക് മനസ്സിലാകാത്ത അവസരം വരുമ്പോഴേക്ക് സ്വഹാബിമാർ, അറബികളായിട്ടുള്ള ആളുകൾ പ്രവാചകനോട് പറയുമായിരുന്നു, റായിനായ റസൂലല്ലാ എന്ന്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങളെ ഒന്ന് ഗൗനിക്കണം, അപ്പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ വേഗത അല്പം കൂടി പോയിട്ടുണ്ട്, അതുകൊണ്ട് പ്രവാചകരെ ഞങ്ങളെ ഒന്ന് ഗൗനിക്കണം, അല്പം സാവകാശമൊക്കെ അത് മനസ്സിലാക്കാൻ തരണം എന്ന രൂപത്തിൽ അറബികൾ ആ വിധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമായിരുന്നു. എന്നാൽ മദീനയിലുള്ള ജൂതന്മാരായിട്ടുള്ള ആളുകൾ, യഹൂദികളായിട്ടുള്ള ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വരുന്ന സമയത്തും അവരും പ്രവാചകനോട് പറഞ്ഞിരുന്നു, റായിനായ റസൂലല്ലാ. എന്നാൽ ജൂതന്മാരായ ആളുകൾ പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വിധം പറയുമ്പോൾ അവരുടെ മനസ്സിൽ അവർ ഉദ്ദേശിച്ചിരുന്നത് മുസ്ലിമുകളായ സ്വഹാബികൾ പ്രവാചകനോട് പറയുമ്പോൾ ഉദ്ദേശിച്ചിരുന്നതല്ല. കാരണം രണ്ട് അർത്ഥമുള്ള വാക്കാണ് റായിന എന്ന് പറയുന്നത്. ഒരർത്ഥം നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രവാചകരെ ഞങ്ങളെ ഒന്ന് ഗൗനിക്കണം എന്നാണ് എങ്കിൽ, മറ്റൊന്ന് വിഡ്ഢി എന്ന് അർത്ഥം വരുന്ന വാക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളുടെ വിഡ്ഢിയെ, പരമവിഡ്ഢിയെ എന്ന രൂപത്തിൽ പ്രവാചകനെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് ജൂതന്മാരായിട്ടുള്ള ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് റായിന എന്ന് പറഞ്ഞിരുന്നത്. ഇത് സ്വഹാബികളിൽ ജൂതന്മാരുടെ ഭാഷയും അവരുടെ പ്രയോഗങ്ങളും കൃത്യമായി അറിയാമായിരുന്ന സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ഇത് മനസ്സിലാക്കുകയും എന്നിട്ട് അദ്ദേഹം ജൂതന്മാരോട് പറയുകയും ചെയ്യുമായിരുന്നു, യാ അദുവല്ല, യാ അഅദാ അല്ലാ, അള്ളാഹുവിൻ്റെ ശത്രുക്കളെ, അലൈക്കും ലഅനത്തുല്ലാ, നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ ഉണ്ടാകട്ടെ, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഇൻ സമിഅതുഹാ മിൻ റജുലിൻ മിൻകും ലഅദ്രിബന്ന ഉൻക. ഇനി ആരെങ്കിലും പ്രവാചകന്റെ സദസ്സിൽ വെച്ച് ഇങ്ങനെ പ്രവാചകനെ ആക്ഷേപിക്കും വിധത്തിൽ ഈ വർത്തമാനം പറഞ്ഞാൽ അവൻ്റെ പിരടി ഞാൻ വെട്ടും എന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അവരെ വാൺ ചെയ്യുന്ന സമയത്ത്, അവരോട് പറയുന്ന സമയത്ത് അവർ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഫഖാലു അലസ്തും തഖൂലൂനഹാ ലഹു, നിങ്ങളും അത് തന്നെയല്ലേ പ്രവാചകനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രവാചകൻ അല്പം ധൃതി കൂടി പോകുമ്പോഴേക്ക് നിങ്ങൾ പ്രവാചകനോട് പറയുന്നത് റായിന എന്ന് തന്നെയല്ലേ? ഞങ്ങളും അത് തന്നെയല്ലേ പറയണേ? ഈ അവസരത്തിലാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അവതരിക്കുന്നത്. വിശ്വാസികളോടായിക്കൊണ്ട് പറയുന്നത്, ഇനിമേൽ പ്രവാചകനെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റായിന എന്ന് പറയരുത്, പകരം ഉന്ദുർന എന്ന് പറയണം. പ്രവാചകരെ ഞങ്ങളെ ഒന്ന് നോക്കണേ, ഞങ്ങളെ ഒന്ന് ഗൗനിക്കണേ, വസ്മാഉ, പ്രവാചകരെ ഞങ്ങളെ ഒന്ന് കേൾക്കണേ, ഞങ്ങൾക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണേ എന്ന രൂപത്തിൽ ബഹുമാനത്തോടു കൂടി. ഇവിടെ നമ്മളൊരാളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അയാളോട് ബഹുമാനത്തോടു കൂടി സംസാരിക്കണമെന്നും ദ്വയാർത്ഥം വരുന്ന രൂപത്തിൽ, അപമാനകരമാകുന്ന രൂപത്തിൽ അയാളോട് സംസാരിക്കരുത് എന്നും കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു വെക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രവാചകൻ്റെ അധ്യാപനങ്ങളെയും പരിഹസിക്കുക എന്ന് പറയുന്നത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം, യഹൂദികളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. അവരുടെ ആ സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 46-ാമത്തെ വചനത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്, മിനല്ലദീന ഹാദു യുഹർരിഫൂനൽ കലിമ അൻ മവാദിഹ്. യഹൂദന്മാരിൽ ചില ആളുകളുണ്ട്, അവരുടെ പണി ഒരു വാക്ക് അത് പ്രയോഗിക്കേണ്ട സ്ഥലത്ത് നിന്നും മാറ്റി അവിടെ പകരം വാക്കുകൾ പ്രയോഗിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവർ പറയും, വയഖൂലൂന സമിഅനാ വഅസൈന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ ധിക്കരിച്ചിരിക്കുന്നു, വസ്മഅ ഗൈറ മുസ്മഇൻ വറാഇന ലയ്യം ബിഅൽസിനതിഹിം വതഗനം ഫിദ്ദീൻ. വിശുദ്ധ ഖുർആൻ അവർ നടത്തുന്ന പ്രയോഗങ്ങളെ കൃത്യമായി വിശദീകരിച്ചു തന്നു. അവർ പറഞ്ഞിരുന്നത്, സത്യവിശ്വാസികളായ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആയത്ത് അവർക്ക് ഓതിക്കൊടുത്ത് ഒരു നിയമം അവരെ പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് സമിഅനാ വഅതഅനാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. എന്നാൽ ജൂതന്മാർ പറയുന്നത് സമിഅനാ വഅസൈന. കേൾക്കുമ്പോൾ ഒരേ തരത്തിലാണ്
തോന്നുന്നത് എങ്കിലും അവർ അവരുടെ മനസ്സിലുദ്ദേശിക്കുന്നതും പറയുന്നതും മറ്റൊന്ന്, നേർവിപരീതമായ അർത്ഥം ഞങ്ങൾ കേട്ടിരിക്കുന്നു പക്ഷേ ധിക്കരിച്ചിരിക്കുന്നു. അതിൽ സെമീന എന്നുള്ളത് ഉറക്കെ പറയുകയും അസൈന എന്നുള്ളത് ശബ്ദം താഴ്ത്തി പറയുകയും അങ്ങനെ സത്യവിശ്വാസികളെയും പ്രവാചകനെയും പരിഹസിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു എന്ന്. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരുന്ന മറ്റൊരു പ്രയോഗമാണ് വസ്മ ഒയ് റമുസ്മൈൻ. അതിന് രണ്ടർത്ഥങ്ങൾ ആ പ്രയോഗത്തിന് അറബിയിലുണ്ട്. ഒന്നാമത്തത് കേൾക്കണം, ഇസ്മ കേൾക്കണം, കേൾക്കുവാൻ പറ്റാത്തതൊന്നും കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. അതൊരു പ്രാർത്ഥനയുടെ സ്വഭാവമാണ്. കേൾക്കണം, പക്ഷേ കേൾക്കാൻ പാടില്ലാത്ത ചിലതൊക്കെയുണ്ട്, അതൊന്നും കേൾക്കാനുള്ള ഇടവരാതിരിക്കട്ടെ എന്ന ആ പദത്തിന് പകരം അവർ പ്രവാചകന്റെ സന്നിധിയിൽ വെച്ച് പറഞ്ഞിരുന്നത് കേൾക്കണം, പക്ഷേ നബി പറയുന്നതൊന്നും കേൾക്കാതിരിക്കട്ടെ എന്ന അർത്ഥത്തിലായിരുന്നു അവർ ഈ പ്രയോഗം നടത്തിയിരുന്നത് എന്നാണ്. നമ്മൾ മുൻപ് സൂചിപ്പിച്ച ആ റായിന എന്ന പ്രയോഗവും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രവാചക അധ്യാപനങ്ങളെയും അധിക്ഷേപിക്കുന്നതിന് അവരുടെ വാക്കുകളിൽ ദ്വയാർത്ഥം വരുന്ന പ്രയോഗങ്ങൾ നടത്തുകയും ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുകയും ചെയ്ത സമയത്ത് വിശുദ്ധ ഖുർആൻ അവരെ ഇടപെടുകയും അവരെ തിരുത്തുകയും ചെയ്യുന്നതായി കാണാൻ കഴിയും. എന്നാൽ ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മാത്രമല്ല, ഈ ജനവിഭാഗം ജീവിച്ചിരുന്ന സമയങ്ങളിലെല്ലാം കാലങ്ങളിലെല്ലാം അവരുടെ ഈ ദുസ്വഭാവം അവർ തുടർന്നു വന്നതായി നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 58-59 വചനങ്ങളിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം ഈജിപ്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നേരിട്ട് കണ്ട് തൻ്റെ ശത്രു കടലിൽ മുങ്ങി മരിക്കുന്നത് കണ്ട് ആ പ്രവാചകനോടൊപ്പം കടൽ കടന്ന് ഒരു മരുപ്പറമ്പിലെത്തി അവിടെ വെച്ചും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട ആ സമൂഹത്തിനോട് അള്ളാഹു പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അള്ളാഹു ആ ജനതയോട് പറഞ്ഞത്, യഹൂദികളായ ആ വിഭാഗം ആളുകളോട് പറഞ്ഞത്, ഉദ്ഖുലു ഹാദിഹിൽ ഖറിയ, നിങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്ക്. ബൈത്തുൽ മുഖദ്ദസ് നമ്മൾ ചരിത്രം സൂചിപ്പിച്ചതാണ്. ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിങ്ങൾ, നിങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായ ആ നാട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്ക്. ഫകുലു മിൻഹ ഹൈസു ശിഅ്തും റഗദ, എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇച്ഛിക്കുന്ന ഭക്ഷണം ആ നാട്ടിൽ നിന്ന് നിങ്ങൾ കഴിക്കുകയും ചെയ്യൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ വദ്ഖുലുൽ ബാബ സുജ്ജദൻ, നിങ്ങൾ ആ വാതിൽ പ്രവേശിക്കുമ്പോഴേക്ക് സുജൂദിലായിക്കൊണ്ട് വേണം പ്രവേശിക്കാൻ. സുജൂദ് എന്ന് പറയുന്നത് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിൻ്റെ, ശുക്ർ ചെയ്യുന്നതിൻ്റെ, അവൻ്റെ മുന്നിൽ തല കുനിച്ച് റബ്ബേ നീയാണ് അഖിലം, എന്നേക്കാൾ വലുത് എന്ന് റബ്ബിനോട് പറയുന്ന നന്ദി പ്രകടനത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഭാവമാണ്. ആ ഭാവത്തോടു കൂടി വേണം, ആ ഭാവം എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയിട്ട് വേണം, അത് ബോധ്യപ്പെട്ടതിന് ശേഷം വേണം നിങ്ങൾ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ആ ബാബിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സുജൂദിലായിരിക്കുകയും വേണം. വഖൂലു ഹിത്വത്തുൻ, നിങ്ങൾ ഹിത്വത്ത് എന്ന് പറയണം. ഹിത്വത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ എല്ലാം ഇറക്കി വെക്കുക എന്നാണ്. അഥവാ ഞങ്ങളുടെ സർവ്വ പാപങ്ങളും ഞങ്ങൾ റബ്ബെ നിൻ്റെ മുന്നിൽ ഇറക്കി വെച്ച് സംശുദ്ധരായി ഞങ്ങളിതാ ഈ കവാടം കടന്ന് നിൻ്റെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ പ്രവേശിക്കാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞതാണ്. എന്നാൽ അവർ ചെയ്തത് എന്താണെന്നറിയോ? ഫബദ്ദലല്ലദീന ളലമു ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, അള്ളാഹു അവരോട് പറയാൻ പറഞ്ഞ വാക്കല്ല അവർ പറഞ്ഞത്. ഫബദ്ദലല്ലദീന ളലമു, ആ അക്രമകാരികളായ ആളുകൾ വാക്കു മാറ്റി പറഞ്ഞിട്ടാണ് ആ ഗേഹത്തിലേക്ക് അവർ പ്രവേശിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആ ആളുകൾ ആ ഗേഹത്തിലേക്ക്, ആ നാട്ടിലേക്ക് അതിൻ്റെ കവാടം കടക്കുന്ന സമയത്ത് സുജൂദിൽ പ്രവേശിക്കാൻ പറഞ്ഞ ആളുകൾ ചന്തിയിൽ നിറങ്ങിക്കൊണ്ടാണ് ആ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചത്. ഒരാളുടെ മുന്നിൽ അങ്ങനെ നിരങ്ങി പോകുക എന്ന് പറഞ്ഞാൽ, പുറംതിരിഞ്ഞങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ അയാളെ അപഹസിക്കുന്നതിന് ഏറ്റവും വലിയ അടയാളമാണ്. നിങ്ങൾ വിനയത്തിൻ്റെയും അള്ളാഹുവിനെ അംഗീകരിക്കുന്നതിൻ്റെയും ഏറ്റവും വലിയ അടയാളമായ സുജൂദിലായിക്കൊണ്ട് നന്ദിയോടുകൂടി പ്രവേശിക്കണം എന്ന് പറഞ്ഞ ആളുകൾ ഏകദേശം സുജൂദിന് സമാനമാകും വിധത്തിൽ പുറംതിരിഞ്ഞ് നിരങ്ങിക്കൊണ്ടാണ്
അവർ ആ ഗ്രാമത്തിലേക്ക് ആ വാതിൽ കടന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ആ ഭാഗം വരച്ചു വെക്കുന്നുണ്ട്. മാത്രമല്ല, ഹിത്വത്തുൻ എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഹിൻത്വത്തുൻ എന്നാണ്. ഏകദേശം ഒരു നൂനിനെ വല്ലാതെ അങ്ങ് മണിക്കാതിരുന്നു കഴിഞ്ഞാൽ ഹിത്വത്തുൻ എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ ഹിൻത്വത്തുൻ, ഗോതമ്പ് മണി എന്ന് അർത്ഥം വരുന്ന വാക്ക് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ റബ്ബ് പറഞ്ഞതിനെ ഇത് കേൾക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ആ രൂപത്തിൽ വാക്കുകളെ മാറ്റി പ്രയോഗിച്ചുകൊണ്ടാണ് ആ ആളുകൾ കടന്നുപോയത് എന്നുള്ളതാണ്. അപ്പോൾ അഹങ്കാരത്തിൻ്റെയും അതോടൊപ്പം തന്നെ റബ്ബ് പറഞ്ഞതിനെ അനുസരിക്കാതിരിക്കുക എന്നുള്ളതിൻ്റെയും ധിക്കാരത്തിൻ്റെയും അടയാളമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ ഭാഗം ചരിത്രത്തിൻ്റെ ഭാഗമായി വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരുടെ സ്വഭാവത്തിൽ നമുക്കറിയാം. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ദഖല റഹ്തും മിനൽ യഹൂദി അലാ റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് യഹൂദന്മാരുടെ ഒരു സംഘം കടന്നു വന്നുകൊണ്ട് അവർ പറഞ്ഞു, ഫഖാലു അസ്സാമു അലൈക്, അസ്സാമു അലൈക്. സാധാരണ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് അസ്സലാമു അലൈക്, നിനക്ക് അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന്. എന്നാൽ അവർ പ്രവാചകനോട് പറഞ്ഞത് ലാം ഒഴിവാക്കിയിട്ടാണ്. അസ്സാമു അലൈക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശാപം നിൻ്റെ മേലുണ്ടാകട്ടെ എന്നാണ്, അള്ളാഹുവിൻ്റെ ദുരന്തം നിൻ്റെ മേൽ വഹിക്കട്ടെ എന്നാണ്, നിനക്ക് ശാപമുണ്ടാകട്ടെ എന്നാണ്, നിനക്ക് നാശമുണ്ടാകട്ടെ എന്നാണ്. സമാധാനമുണ്ടാകട്ടെ എന്ന് പറയേണ്ടതിന് പകരം വാക്കുമാറ്റി നാശമുണ്ടാകട്ടെ എന്ന് തിരുത്തി അതിനെ, ആ വാക്കിനെ കൊട്ടിമാറ്റി പ്രയോഗിച്ചുകൊണ്ടാണ് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രൂപത്തിലായിരുന്നു അവരുടെ സ്വഭാവത്തെ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത്. എന്നാൽ പണ്ഡിതന്മാരായ ആളുകൾ ഈ ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു വെക്കുന്ന ഒന്ന് രണ്ട് നിർദ്ദേശങ്ങളുണ്ട് വിശ്വാസികൾ പാലിക്കേണ്ടുന്നത്. അതിൽ ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കേണ്ടതിൻ്റെ, ബഹുമാനിക്കേണ്ടതിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനോട് കാണിക്കേണ്ടുന്ന മര്യാദ എത്രത്തോളം വലുതാണ് എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ തന്നെയും എവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദേ എന്ന് വിളിക്കുന്നൊരു പ്രയോഗം ഖുർആനിൽ എവിടെയും നോക്കിയാൽ കാണാൻ കഴിയില്ല. യാ മുഹമ്മദ് എന്ന് അള്ളാഹു പ്രവാചകനെ അഭിസംബോധന ചെയ്യുന്നതായ ഒരു പ്രയോഗവും വിശുദ്ധ ഖുർആനിലില്ല. നേരെ മറിച്ച് ഉള്ള പ്രയോഗങ്ങളെല്ലാം യാ അയ്യുഹർ റസൂൽ, ആ ഒരു സ്ഥാനവും പദവിയും മാനിച്ചുകൊണ്ട് തന്നെയാണ് യാ അയ്യുഹൻ നബി എന്ന് തുടങ്ങിയ പ്രയോഗങ്ങൾ മാത്രമാണ് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുക. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ എങ്ങനെയാണ് ആദരിക്കേണ്ടത്? നമ്മൾ എന്തായാലും നേരിട്ട് അഭിസംബോധന ചെയ്യാനുള്ള സാധ്യതകളില്ല. എന്നാൽ നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കേണ്ടത്? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. പലപ്പോഴും മറന്നു പോകുന്നതും അല്ലെങ്കിൽ ഖുതുബയുടെ ഈ ചുറ്റുവട്ടത്തിൽ ഇരിക്കുമ്പോൾ മാത്രം ഓർമ്മയിൽ വരുന്നതുമായൊരു കാര്യമാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രവാചകൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനോട് അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ളതാണ്. എന്നാൽ നമ്മളത് പലപ്പോഴും മറന്നു പോവുകയോ അല്ലെങ്കിൽ അതൊരു ശീലമായി മാറാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ്. പലപ്പോഴും അത് ഒരു അവഹേളനത്തിൻ്റെ ഭാഗത്തിലേക്കൊക്കെ അത് കടന്നു പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ, പ്രവാചകൻ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് ആമീൻ പറഞ്ഞ സംഭവം നമുക്കറിയാം. അതിലൊരു പ്രാർത്ഥന ഇത് തന്നെയാണ്, ജിബ്രീൽ നടത്തിയ ഒരു പ്രാർത്ഥന ഇത് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവന് നാശമുണ്ടാകട്ടെ എന്നാണ്. അപ്പോൾ അവിടെ വിശ്വാസികൾ കരുതിയിരിക്കേണ്ടുന്ന ഒരു ഭാഗമുണ്ട്. പ്രവാചകനെ ഈ വിധത്തിൽ ആദരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്. മറ്റൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സഹാബ കിറാമിൻ്റെ പേരുകൾ കേൾക്കുന്ന സമയത്ത് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നതും നമ്മുടെ ആദരവിൻ്റെ, ബഹുമാനത്തിൻ്റെ ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളു അൻ, അവർ അള്ളാഹുവിനെയും അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അവരുടെ പേരുകൾ കേൾക്കുന്ന സമയത്ത്
ബഹുമാന സൂചകമായി റളിയല്ലാഹു അൻഹു എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അവരോടുള്ള ആദരവിൻ്റെ ബഹുമാനത്തിൻ്റെ ഭാഗമായി കൊണ്ട് പഠിപ്പിക്കപ്പെടുന്നത് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബിമാരെ ചീത്ത പറയരുത്, നിങ്ങൾ എൻ്റെ സ്വഹാബിമാരെ ബത്സിക്കരുത്. ഫവല്ലദീ നഫ്സി ബിയദിഹി ലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹ്ദിൻ ദഹബൻ, അല്ലാഹുവാണ് സത്യം, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെയാണ് സത്യം. നിങ്ങളിൽ ഒരാൾ ഒരു ഉഹുദ് മലയോളം വലുപ്പത്തിൽ സ്വർണം ദാനം ചെയ്താലും സ്വതക്ക ചെയ്താലും മാ അദ്റക മുദ്ദ അഹദിൻ വലാ നസീഫഹു, അത് എൻ്റെ സ്വഹാബിമാരൊരു മുദ്ദു കൊടുക്കുന്നതിൻ്റെ, ഒരു കൈപ്പിടിയിലുള്ളത് കൊടുക്കുന്നതിന് സമാനമാവില്ല, എന്തിനതിൻ്റെ പകുതി പോലും ആവില്ല എന്ന്. അപ്പോൾ അവർക്ക് ഇസ്ലാമിൽ നൽകിയിട്ടുള്ള മഹത്വം എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പലപ്പോഴും യാതൊരു വിധത്തിലുള്ള ബഹുമാനത്തോടും കൂടിയല്ല ആളുകൾ സ്വഹാബിമാരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നത്. വലിയ പ്രഭാഷകർ പോലും അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും ഫാത്തിമയും ആയിഷയും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട് റളിയല്ലാഹു അൻഹു. എന്നാൽ അവരുടെ പേര് പറയുന്ന സമയത്ത് റളിയല്ലാഹു അൻഹും എന്ന് ചേർത്ത് പറയേണ്ടുന്നത് നമ്മുടെ ബാധ്യതയാണ്. പണ്ടൊരിക്കലൊരു കവി കൂടിയായിട്ടുള്ള കേരളത്തിലെ ഒരു പണ്ഡിതൻ ഇങ്ങനെ ഒരാളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ആയിഷ പറഞ്ഞിട്ടുണ്ട്, ഖദീജ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം തമാശ രൂപേണ ഇങ്ങനെ പറയുന്നുണ്ട്, ആയിഷക്കൊപ്പം റളിയല്ലാഹു മനസ്സില്ലേൽ ആയിഷാത്താന്നെങ്കിലും ആകട്ടെ വയസ്സില്ലേൽ. ആയിഷ റളിയല്ലാഹു അൻഹ, ആ പേര് കേൾക്കുന്ന സമയത്ത് റളിയല്ലാഹു അൻഹ എന്ന് പറയാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ വയസ്സിന് മൂത്തതല്ലടോ, ആയിഷാത്താന്നെങ്കിലും പറഞ്ഞൂടെ എന്നാണ്. അപ്പോൾ നമ്മുടെ ആളുകൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു വരാറുള്ളത് ഇത്തരം പേരുകൾ കേൾക്കുമ്പോൾ, അതേപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേരുകൾ പറയുന്ന സമയത്ത് അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ആ പേരുകൾ പറയാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയേണ്ടതാണ്. ഇതിൽ ഏറ്റവും വലിയ അവഹേളനം പലപ്പോഴും നമ്മൾ കേട്ടുവരാറുള്ളത് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കാര്യത്തിലാണ് റഹിമഹുല്ലാഹി അലൈഹി. ആ പേരൊക്കെ പറയുമ്പോൾ ആളുകൾ എന്തോ ഒരു വലിയ അന്യായം ചെയ്ത ആളെപ്പോലെയാണ് പലപ്പോഴും ആ പേരുകളൊക്കെ പറഞ്ഞു വെക്കാറുള്ളത്. നമ്മൾ പോലും അങ്ങനെയാണ് നമ്മുടെ മനസ്സുകളിലേക്ക് വന്നത്. എന്നാൽ ചരിത്രത്തിൽ അവർ ഈ ഇസ്ലാമിക പ്രബോധനത്തിന് തൗഹീദിന് വേണ്ടി എടുത്ത പണിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്, അവരുടെ മഹത്വം അറിയാത്തത് കൊണ്ട്. അത് അറിയണം. എന്നിട്ട് അവരുടെ പേര് കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിശ്വാസികൾക്ക് കഴിയണം. അത് നമ്മുടെ ബാധ്യതയും അവരോടുള്ള ബഹുമാനത്തിൻ്റെയും ഭാഗമാണ്. അതുകൂടി ഈ ആയത്തിൻ്റെ വശമായിക്കൊണ്ട് ഭാഗമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ വിധത്തിൽ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി സമീപിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ആയത്തിനെ നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 104-ാമത്തെ വചനം, ഈ ആയത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ നടത്തുന്ന ഇടപെടലുകളും സംസാരങ്ങളും ഭാഷാ പ്രയോഗങ്ങളും കൃത്യമായി അളന്ന് തൂക്കി വേണം നടത്താൻ. ഭാഷാപ്രയോഗങ്ങൾ നടത്തുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടിയല്ല പറയുന്നത് എങ്കിൽ, അതല്ല നമ്മളൊരാളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അയാളെ പരിഹാസ രൂപേണയാണ് സംസാരിക്കുന്നത് എങ്കിൽ അതെല്ലാം ഈ ആയത്തിൻ്റെ ഗണത്തിൽ പെടുന്നതാണ്, ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു പത്നിയായ സുഫിയ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ഒരിക്കൽ ഒരു പ്രയോഗം നടത്തി, ഒരു ഭാഷാ പ്രയോഗം. കുറിയവൾ എന്ന് അർത്ഥം വരുന്ന, പൊക്കം കുറഞ്ഞവൾ എന്ന് അർത്ഥം വരുന്ന ഒരു പ്രയോഗം നടത്തിയ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിഗൗരവത്തോടു കൂടി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്.
ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജത്. നീ പറഞ്ഞ വർത്താനം ഉണ്ടല്ലോ, ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, നീ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഗൗരവം എത്രയാണെന്നറിയോ? ആ വാക്കെങ്ങാനും ഈ കടലിലെ വെള്ളത്തിൽ കലക്കുകയാണ് എങ്കിൽ ആ വെള്ളം മുഴുവൻ മലിനമായി പോകും എന്നാണ് പറഞ്ഞ വാക്കത്രേ ഉള്ളൂ. നോക്കൂ നിങ്ങൾ, നമ്മൾ പരസ്പരമുള്ള സംസാരങ്ങളിൽ, ഇടപെടലുകളിൽ, ഇടപാടുകളിൽ പറഞ്ഞു വെക്കുന്ന വാക്കുകളുടെ ഗൗരവം എത്രയായിരിക്കും? അപ്പോൾ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. കുറിയ വെള്ളം എന്നർത്ഥം വരുന്ന, കസീറ എന്നർത്ഥം വരുന്ന ഒരു പദമാണ്. പക്ഷെ അതിന് ഇസ്ലാം നൽകുന്ന ഗൗരവം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടുന്നതാണ്. പറയുന്ന വാക്കുകൾ ശ്രദ്ധയോടുകൂടി പറയേണ്ടതാണ്. അത് മറ്റുള്ളവരെ പരിഹസിക്കുന്ന രൂപത്തിൽ, ദ്വയാർത്ഥം വരുന്ന രൂപത്തിൽ, പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പറഞ്ഞത് കേൾക്കുന്നവനൊഴികെ ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ രണ്ടാമത്തെ മീനിങ് മനസ്സിലായിട്ടുണ്ടാവും. ഈ രൂപത്തിലാണ് നമ്മുടെ പ്രയോഗങ്ങൾ പലതും. മാത്രമല്ല, മിക്കവാറും ആളുകൾ വിളിക്കപ്പെടുന്നത് പോലും അവരുടെ യഥാർത്ഥ പേരിലല്ല, രണ്ടാമതൊരു പേരിലാണ്. നമ്മുടെ കുട്ടികളെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ വിളിക്കുന്നത് തന്നെ വാപ്പട്ട പേരിലല്ല, അല്ലെങ്കിൽ ഉമ്മ നിർദ്ദേശിച്ച പേരിലൊന്നുമല്ല, വേറൊരു പേരിലാണ്. അവൻ്റെ സ്വഭാവത്തിലേക്കോ അവൻ്റെ പോരായ്മയിലേക്കോ ഒക്കെ ചേർത്തിക്കൊണ്ട് പറയുന്ന, ഇതൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. അതൊക്കെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ കുറേ കൂടി ശ്രദ്ധ വേണം. കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ എന്ന നിലക്ക് എല്ലായിടത്തും പലതും കാണുന്ന സമയത്ത് അതിൻ്റെ താഴെയൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ല എങ്കിൽ ഒരു ഉറക്കം വരാത്ത ആളുകളുണ്ടല്ലോ. കമൻ്റ് ഇട്ടില്ലെങ്കിൽ വല്ലാത്തൊരു മനസ്സിനൊരു വേദന, അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഈ അടുത്തു നടന്നിട്ടുള്ള സംഭവങ്ങളെ എങ്കിലും ചേർത്ത് വായിച്ചു പഠിക്കേണ്ടുന്നതാണ്. ചില കമൻറ്റുകളുടെയോ അല്ലെങ്കിൽ ചില പോസ്റ്റുകളുടെയോ ഒക്കെ പേരിൽ ഇന്നും കാരാഗ്രഹങ്ങളിൽ കഴിയുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. മനസ്സിലാക്കണ്ടേ? നമ്മൾ പറയുന്നത് ഇന്ന് എങ്ങനെയെന്നുള്ളതല്ല, നാളെ അതെങ്ങനെ ദുർവ്യാഖ്യാനിക്കപ്പെടും എന്നൊരു ചിന്തയോടുകൂടി വേണം നമ്മുടെ വർത്തമാനം പറയാൻ. അതല്ല എങ്കിൽ വലിയ അപകടങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതേ ആശയം വരുന്ന, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 104-ാമത്തെ ആയത്തിനോട് കിടപിടിക്കുന്ന അതേ ആശയം വരുന്ന മറ്റൊരായത്ത് വിശുദ്ധ ഖുർആനിലുള്ളത് 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 70-ാമത്തെ വചനമാണ്. നമ്മൾ നിരന്തരം ഖുതുബകളിൽ കേൾക്കാറുള്ള വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ വഖൂലു ഖൗലൻ സദീദ. ചൊവ്വായ വർത്തമാനം പറയണം എന്നുള്ളത്. പറയുമ്പോൾ നിങ്ങൾ വർത്തമാനം പറയണമെന്നൊന്നുമില്ല, പക്ഷെ പറഞ്ഞാൽ ചൊവ്വായ വർത്തമാനം പറയണം. മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രൂപത്തിൽ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലുള്ള വർത്തമാനം പറയരുത്. അത് അവർക്ക് മുറിവുണ്ടാക്കുന്ന രൂപത്തിൽ നിങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാവരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ സംസാര ഇടപെടലുകളിൽ മര്യാദ പുലർത്താൻ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മര്യാദ പുലർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ പ്രയാസങ്ങളെ നാഥൻ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമുക്കറിയാം, നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധക്കെടുതി കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ദേശക്കാരുണ്ട്. അതൊന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയെല്ലാം അതിൻ്റെ ആ യുദ്ധമുണ്ടാക്കുന്ന ദുരന്തം എന്ന് പറയുന്നത് അനുഭവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്നതാണ്. അള്ളാഹു അവർക്ക് സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ നിരന്തരമായി തുടർന്ന് പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ശത്രുക്കളുടെ ഇടപെടലുകളിൽ അള്ളാഹു നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമാറാവട്ടെ. അവരുടെ കരം അള്ളാഹു പിടിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആ പീഡിതരായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ.
നമ്മെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹജാത്ത്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا